ഇനി കുർബാന തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് വഴി തുറന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രോപൊലിത്തൻ വികാരി മാർ ജോസഫ് പാംപ്ലാനിയുടെ ചർച്ചയ്ക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തുവരുന്നു. വിമതരുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ സഭാനുകൂല സംഘടനകളുമായി മെത്രോപൊലിത്തൻ വികാരി ചർച്ച നടത്തും. ഇന്നലെ നടന്ന ചർച്ചയിൽ ഈ വിമത വിഭാഗം വൈദികർ അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചതായി മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഒരു സമാധാനത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ അതിന്റെയൊക്കെ ഒരു ചർച്ചയുടെ ഒരു തുടക്കമായി ഇന്നലത്തെ ദിവസത്തെ കരുതാം, ഇനിയും തുടർ ചർച്ചകൾ വേണ്ടിവരുമെന്ന്. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ? എത്രത്തോളം പോസിറ്റീവാണ് ഇപ്പോൾ ആദ്യഘട്ട ചർച്ച? നിലവിൽ കാര്യങ്ങൾ ശുഭസൂചകമാണ്. കാരണം വലിയൊരു വിഭാഗം വിശ്വാസികളും വൈദികരും തന്നെയും ഈ അതിരൂപതയുടെ ഔദ്യോഗികമായ നേതൃത്വത്തെ അവരുമായി ഉണ്ടായ കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം അതിൻ്റെ ഒരു രൂക്ഷതയിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ബിഷപ്പ് ഹൗസിനകത്ത് തന്നെ സമരം നടക്കേണ്ട അവസ്ഥ, പിന്നീട് പോലീസിൻ്റെ ഒരു നടപടികൾ ഉണ്ടാകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിനുശേഷം അതിലൊരു സമവായത്തിലേക്ക് നീങ്ങുന്നത് അവിടെ ആർച്ച് ബിഷപ്പ് നിയോഗിക്കുന്നു, മേജർ ആർച്ച് ബിഷപ്പ് അവിടെ മെത്രോപൊലിത്തൻ വികാരിയായിട്ട് ഒരു നിയമനം നടത്തുന്നു എന്നതാണ്. അത് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി അവിടെ നിയമിക്കുന്നു. അദ്ദേഹം ഒരു ചർച്ചകളുടെയും അതോടൊപ്പം തന്നെ ഈ സമരം നടത്തുന്നവരുമായിട്ടെല്ലാം തന്നെ ഒരു സമവായത്തിലേക്ക് നീങ്ങാമെന്ന ചില സൂചനകൾ, അതായത് ചില ചർച്ചകൾ നടത്താമെന്ന രീതിയിലുള്ളൊരു സൂചനകളെല്ലാം തന്നെ നൽകിയിരുന്നു. ആ ചർച്ചകളുടെ ഒരു തുടക്കമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത്. ആ ചർച്ചകൾ പ്രധാനമായും തന്നെ അതിൽ ഉരുത്തിരിഞ്ഞത് ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം, അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ളൊരു ഉറപ്പാണ് അദ്ദേഹം നൽകിയത്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ സ്വതന്ത്രമായും സ്വന്തമായും തീരുമാനമെടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു സ്ഥാനികമായ പദവികൾ പ്രത്യേകിച്ച് ഈ ഒരു പുതിയ ചുമതലയിൽ നൽകിയിട്ടില്ല എന്നതാണ്. അദ്ദേഹത്തിന് മേജർ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ സിനഡുമായിട്ടുള്ള കൂടിയാലോചനകളെല്ലാം ഈ വിഷയത്തിൽ വേണം. അപ്പോൾ വൈദികരുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനെ അടക്കം ധരിപ്പിക്കുകയും പിന്നീട് അതിലൊരു അനുമതിയിലേക്കെല്ലാം തന്നെ നീങ്ങുകയും വേണം. എങ്കിലും അവർക്ക് വേണ്ടി കൂടി അദ്ദേഹം സംസാരിക്കാമെന്ന രീതിയിലാണ് ഈ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വൈദികരും അതിനെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുന്നതായി പറഞ്ഞു. അതിന് 10 മണി മുതൽ 1 മണി വരെയാണ് ചർച്ചാ സമയം നടന്നത്. മറ്റൊന്ന്, ഒരു ഭാഗം മാത്രമായിട്ടല്ല, ഈ ഔദ്യോഗിക പക്ഷത്തെ അനുകൂലിക്കുന്ന വിവിധ വിശ്വാസ സംഘടനകളുണ്ട്, ആത്മായ സംഘടനകളുണ്ട്. അവരുമായി കൂടി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുന്നു. നാളെ അത്തരം സംഘടനകളുമായിട്ട് അദ്ദേഹം ഇത്തരം ആലോചനകളിലേക്ക് പോകുന്നുണ്ട്. കാരണം അവർ വളരെ രൂക്ഷമായിട്ട് തന്നെ വൈദികരെയും ഈ വിശ്വാസികളെയും ഒരു വിഭാഗം വിശ്വാസികളെയും തമ്മിൽ എതിർക്കുന്നുണ്ട്. കാരണം ഈ ആവശ്യങ്ങൾ അത്ര കണ്ട് അംഗീകരിച്ച് കൊടുക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ ആവശ്യപ്പെടുന്നവരാണ്. അപ്പോൾ ഇതിനിടയിൽ നിന്നുകൊണ്ടൊരു സമവായത്തിലേക്കും സാധ്യതകളിലേക്കും എല്ലാം തന്നെ പോകേണ്ടതുണ്ട്. അതിനൊരു ഫോർമുല കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും അത്തരം ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇനി കൂടിയാലോചനകൾ കൂടുതൽ നടത്തേണ്ടതുണ്ട്. മേജർ ആർച്ച് ബിഷപ്പും മറ്റുമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടിയാലോചനകൾ നടത്തണം. കഴിഞ്ഞ ദിവസവും വൈദികരും അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് അദ്ദേഹം ചർച്ചകളിലേക്ക് കൊണ്ടുവരാം എന്ന് ഉറപ്പ് നൽകിയതായിട്ട് പറയുകയുണ്ടായി. എന്തായാലും അത്തരമൊരു സാധ്യതകളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നിലവിൽ ഒരു സമാധാന അന്തരീക്ഷം തന്നെയാണ് അതിലുള്ളത്. പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതാണ് ഈ ചർച്ചകൾ ഒരു രീതിയിലേക്ക്, രമ്യതയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നാണ് പൊതുവിലും ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സഭാ തർക്കത്തിലൊരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്, ഒരു സമാധാന അന്തരീക്ഷം തെളിയുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് മാർ ജോസഫ് പാംപ്ലാനി കടക്കാൻ പോവുകയാണ്.